ഹലോ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10th ചാപ്റ്റർ ആയിട്ടുള്ള രൂപത്തിലും ബലത്തിലും അഥവാ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഈ ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാം എന്താണുള്ളത്. അതായത് ഓരോ ജന്തുജാലങ്ങൾക്കും ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട് അല്ലേ. ഓൾ അനിമൽസ് ഹാവ് എ ഡെഫിനറ്റ് ഷേപ്പ്. എന്തിനാണ് ഈ ഡെഫിനറ്റ് ഷേപ്പ്? നമുക്കറിയാം അവർക്ക് നിൽക്കാനും അല്ലെങ്കിൽ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു ആകൃതി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങി നിൽക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഒരു ഡെഫിനറ്റ് ഷേപ്പ് വേണം അല്ലേ. ഒരു സ്ട്രക്ചർ വേണം, ഒരു ഘടന വേണം. ഈ ഘടന വേണമെങ്കിൽ അവർക്ക് ഒരു ശക്തമായിട്ടുള്ള അസ്ഥികൾ അല്ലെങ്കിൽ ബോണുകൾ അല്ലെങ്കിൽ പ്രത്യേകതരമായിട്ടുള്ള മറ്റെന്തെങ്കിലും എക്സോസ്കെലറ്റനോ എൻഡോസ്കെലറ്റനോ എന്തെങ്കിലും കവറിങ് വേണം അല്ലേ. ഈ ചിത്രത്തിൽ കണ്ടാൽ അറിയാം കുറച്ച് ജീവികളുണ്ടല്ലേ. എന്തൊക്കെയാണ് ജീവികളുള്ളത്? സ്നെയിൽസ്, ബീറ്റ്ലസ്, ക്രാബ്സ്, മസൽസ് എല്ലാം ഉണ്ടല്ലേ. അതായത് ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ എന്നിവയൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇവരുടെയൊക്കെ പുറം ഭാഗത്ത് എന്താണ് കാണുന്നത്? നല്ല കട്ടിയുള്ള പുറന്തോടുകളാണല്ലേ ഉള്ളത്. ദേ ഹാവ് എ തിക്ക് ഷെൽസ് അല്ലേ. ഷെൽസ് ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് ദ ബോഡി പാർട്സ്, പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് ഹെൽപ്പ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ പുറമേയുള്ള കട്ടിയുള്ള ഭാഗം കൊടുത്തിട്ടുള്ളത്. അതേപോലെ ആകൃതി നിലനിർത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഈ ഒരു അനുകൂലമായിട്ടുള്ള എക്സോസ്കെലറ്റൻ അല്ലെങ്കിൽ ഒരു പുറം കവർ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ദിസ് കവറിങ് ഇൻ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി ഓർ കോൾഡ് എക്സോസ്കെലറ്റൻ. അതായത് ശരീരത്തിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ആവരണങ്ങളാണ് എന്ത് പറയുന്നത്? എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നത്. ഈ എക്സോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? പുറം ഭാഗത്തുള്ള ആവരണത്തെയാണ് അല്ലേ. അതേപോലെ തന്നെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ ഇന്നർ ബോഡി ഓഫ് ദ അനിമൽസ് കണ്ടെയ്നിങ് ബോൺസ് അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്നത്. അതായത് എൻ എൻഡോസ്കെലറ്റൻ ഈസ് എ സ്കെലറ്റൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ അനിമൽസ് ബോഡി. ഒരു മൃഗത്തിൻ്റെ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന അസ്ഥികൂടമാണ് എന്ത്? എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഇൻറ്റേർണൽ ഓർഗൻസ്. അതായത് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ട്രക്ചറിനെ, അതായത് ഒരു ഘടനയെ നിലനിർത്തുകയും അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ, ആന്തരിക അവയവമായിട്ടുള്ള ഹൃദയം, ലങ്സ്, സ്റ്റൊമക്ക് എന്നിവയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ എൻഡോസ്കെലറ്റൻ ഉള്ളത് കൊണ്ടാണ്. ബോൺസ് ഗിവ് എ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി. ദേ ആൾസോ ഹെൽപ്പ് വിത്ത് മൂവ്മെൻറ്റ്. അതേപോലെ തന്നെ ഈ ബോൺസ് അല്ലെങ്കിൽ അസ്ഥികൾ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ്സ് അഥവാ ചലനത്തിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ചില ജീവികളിൽ നോക്കുകയാണെങ്കിൽ ഈ ആമ, അതേപോലെ അതായത് ടേർട്ടിൽസിലും അലിഗേറ്ററിൽ, ക്രോക്കഡൈൽ മുതലയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ദ ഹാവ് എൻഡോസ്കെലറ്റൻ ആൻഡ് എക്സോസ്കെലറ്റൻ. അതായത് ആന്തരാസ്ഥികൂടവും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട് ബാഹ്യാസ്ഥികൂടവും അവരുടെ ശരീരത്തിൽ കാണുന്നുണ്ട്.